വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ രാവിലെ മെഴി തുറന്നത്. പ്രശസ്ത ഇൻഫ്ലുവൻസറും വ്ളോഗറുമായിട്ടുള്ള ശ്രീ ജുനൈദ് അന്തരിച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി നടന്ന ഒരു വാഹനാപകടത്തിൽ, വെള്ളിയാഴ്ച രാത്രി ഉണ്ടായിട്ടുള്ളൊരു വാഹനാപകടത്തിലാണ് മരിച്ചത്. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്ക് അവിടെ ഈ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ, മൺകൂനയിൽ തട്ടി മറിഞ്ഞു വീണാണ് മരണകാരണമെന്ന് അറിയപ്പെടാൻ സാധിച്ചത്. തലയിലുണ്ടായ അമിത രക്തസ്രാവമാണ് മരണകാരണം. ഹെൽമെറ്റ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പുറകെ വന്ന ബസ് തൊഴിലാളികളാണ് അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. കാരണം കുറേ അധികം അവിടെ കിടന്ന് രക്തം വാർന്നു പോയിട്ടുണ്ടാവാം. പൗർണമി ആ വാർത്ത അറിഞ്ഞിരുന്നു? വാർത്ത അറിഞ്ഞിരുന്നു. അതായത് ഈ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ ആയിരുന്നിരിക്കാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരു പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലൊക്കെ ആക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം അതിനകത്ത് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്ത് തന്നെ ആയാലും തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വ്യക്തതയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷേ അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ല. അപ്പോൾ ഈ ഷാരിക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിച്ചായിരുന്നോ വാഹനം ഓടിച്ചിരുന്നത് എന്നതിനെ പറ്റി അറിയില്ല. ഒരു പക്ഷേ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടാവില്ല, കാരണം തലയ്ക്ക് പിന്നിലാണ് മുറിവ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ബസ് തൊഴിലാളികളാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ അദ്ദേഹം യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നിരവധി മോശമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുത്തുവാക്കുകൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മരിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ ഇത്തരത്തിലുള്ളൊരു അപകടം എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട അസ്വാഭാവികത ഉണ്ടെന്നും അല്ലെങ്കിൽ കുടുംബക്കാരൊന്നും ഇതുവരെ ഷാരിക പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ എന്തോ അസ്വാഭാവികത ഉണ്ടെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സംഭവം, ഒരു പീഡനം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം വളരെ നിസ്സാരമായിട്ടാണ് ഇപ്പോൾ നാട്ടിൽ പീഡനങ്ങളൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ അതൊരു സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ചോക്ലേറ്റിൽ നൽകി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്തവരെ തട്ടിക്കൊണ്ട് പോകുന്നു. എല്ലാം ഓരോ വ്യക്തികളുടെ താല്പര്യത്തിനനുസരിച്ച് മറ്റു വ്യക്തികൾ പ്രവർത്തിക്കണമെന്നുള്ളൊരു പ്രവണത, അല്ലെങ്കിൽ ആ ഒരു വാശിയുടെ പുറത്താണ് ഇന്നത്തെ ഈ ഒരു ലോകത്തിൻ്റെ പോക്ക്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ജുനൈദിൻ്റെ ഒരു വേർഷൻ പറഞ്ഞു, അല്ലെങ്കിൽ പോലീസിൻ്റെ വേർഷൻ പറഞ്ഞു, അല്ലെങ്കിൽ പോലീസിന് സോളിഡായിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഇത്തരത്തിലുള്ളൊരു അറസ്റ്റും റിമാൻഡും ഒക്കെ പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അറസ്റ്റ് ചെയ്യുമ്പം ജാമ്യത്തിൽ എടുക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും കിട്ടാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിന് എതിരായിട്ടുണ്ടോ? ഇപ്പോൾ ജുനൈദിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് അദ്ദേഹം മാട്രിമോണിയിലൂടെ ഒരാളെ പരിചയപ്പെട്ടു, ആ ആൾ പെടുത്തിയതാണെന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് തെളിയുന്നിടം വരെയെങ്കിലും അദ്ദേഹം ഉണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ കളങ്കം മാറിപ്പോയേനെ. പക്ഷെ അപ്പോഴും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, തീർച്ചയായും ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സമൂഹം എപ്പോഴും ഇപ്പോൾ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ, മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് ഇപ്പോൾ എല്ലാവരും സെലിബ്രിറ്റീസ് ആണ്, എല്ലാ സിറ്റിസണും സെലിബ്രിറ്റീസ് ആണ്. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണും അല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ്. അങ്ങനെ സ്വാഭാവികമായിട്ടും അറിയപ്പെടുന്ന വ്യക്തികളാവുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നടന്നാലും അത് പുറം ലോകം ഏറ്റെടുക്കും. അത് വലിയൊരു ഇഷ്യൂ ആയി മാറും. അപ്പോൾ ഈ ജുനൈദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ്. അദ്ദേഹം ഇൻഫ്ലുവൻസറായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ടിക്ടോക്കിലൊക്കെ തിളങ്ങി നിന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരികയും അദ്ദേഹം ജയിലിൽ പോവുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് നാട് മൊത്തം അറിഞ്ഞു, വാർത്തയായി. അപ്പോൾ അതുവരെ ഇഷ്ടപ്പെട്ടിരുന്നവർ, സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ എതിരാവും. അപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം ഈ പറഞ്ഞ വാക്കുകളെല്ലാം ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഇത് ശരിയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും കൂടെ നിന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പം നാട്ടുകാർ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ കൂടെ നിന്നിരുന്ന കുടുംബക്കാരെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ ആ മാനസിക വിഷമം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അത് സത്യം എന്ത് അല്ലെങ്കിൽ സത്യമാണോ എന്ന് തെളിയുന്നിടം വരെയെങ്കിലും ഇങ്ങനെയുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുന്നതല്ലേ തീർച്ചയായും നല്ലത്. ഇന്നിപ്പോൾ എല്ലാവരും വളരെ വേദനയോടെയാണ് അദ്ദേഹത്തിന്റെ താഴെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരാഴ്ച മുൻപ് വരെ ഇങ്ങനെ ആയിരുന്നു ആയിരുന്നില്ല. നമ്മളും എനിക്ക് തോന്നുന്നു നമ്മളും അതിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസുകാർ അദ്ദേഹം കുറ്റവിമുക്തനാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അദ്ദേഹം മരിച്ചു ഇനിയിപ്പോൾ കുറ്റക്കാരനായാലും അല്ലെങ്കിലും അദ്ദേഹം ഇനി ലോകത്തില്ല. അത് വലിയൊരു വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അത് പറയുമ്പോൾ സത്യത്തിൽ ഹൃദയം എവിടെയോ ഇച്ചിങ് ആണ്, വലിക്കുന്നുണ്ട്. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കാരണം സ്വാഭാവികമായിട്ടും ഇന്ന് പൗർണമി സൂചിപ്പിച്ച പോലെ പീഡനങ്ങളുടെ ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം. പീഡനം ഒരു പുതിയ കഥയല്ലാതായി മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വാർത്താ ചാനലുകാർക്കും അത്
പീഡനം എന്ന് കേട്ടാൽ അപ്പം തന്നെ എൻ്റെ പുറകെ പോവുക, അതിനെക്കുറിച്ച് വിശദീകരിക്കുക, അതിൻ്റെ ഉള്ളറകൾ കീറി മുറിച്ച് പരിശോധിച്ച് ആൾക്കാരെ പുറത്തു കൊണ്ടുവരിക. ആ ഒരു നല്ല രീതിയിൽ എടുക്കുന്ന വാർത്താ ചാനലുകാരും ഉണ്ട്. അതിനെ വെച്ച് കാശാക്കണം, അല്ലെങ്കിൽ ഏത് തരത്തിലും അവരെ അടിച്ചമർത്തിക്കൊണ്ട് അവരെ നാണം കെടുത്തിക്കൊണ്ട് കാശുണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്ത് തന്നെ ആയിക്കോട്ടെ, ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. സോ ഞാൻ ഇന്നലെ വളരെ ഞെട്ടി. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഈ വാർത്ത ആക്ച്വലി അറിഞ്ഞിരുന്നു. ഈ പറയുന്ന ദിവസം തന്നെ ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ ഓർത്തു, ഇത് നല്ല പരിചിതനായിട്ടുള്ള ഒരാളാണല്ലോ, കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്യുന്ന ഈ മനുഷ്യൻ പിന്നെയും പീഡനത്തിൽപ്പെട്ടോ എന്ന രീതിയിലാണ് ഞാൻ ആദ്യം സ്ക്രോൾ ചെയ്ത് പോയത്. പക്ഷേ അപ്പോഴാണ് ജുനൈദ്, അത് ഞാൻ കാണാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റീല് ഞാൻ കണ്ട റീൽ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിനകത്ത് ഒരു പെൺകുട്ടിയുടെ വോയിസ് ഓവറിൽ വെച്ചിരിക്കുകയാണ്. അവർ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അയാളോട്. കാരണം അദ്ദേഹത്തിൻ്റെ റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകളൊക്കെ ഇട്ട് ഒരു ബ്രേക്ക് ഡാൻസ് എന്ന രീതിയിൽ പാട്ടുകളൊക്കെ ഇട്ട് ഒരു ഡാൻസ് കളിക്കുന്ന രീതിയാണ് പുള്ളിയുടെ ഒരു റീൽ കൂടുതലും വരിക. പുള്ളിയുടെ വീഡിയോസും അങ്ങനെ തന്നെയാണ്. അതായത് മെലഡി സോങ് ആയാലും അതോ ഇപ്പോൾ സങ്കടം സോങ് ആയാലും റൊമാൻറ്റിക് സോങ് ആയാലും പുള്ളി ഒരു മൈക്കിൾ ജാക്സൺ സ്റ്റൈലിൽ വന്ന് കളിക്കുക. അതിപ്പോൾ പൂമുത്തോള ആയാലും ഞാൻ ജാക്സൺ അല്ലഡ് ആയാലും പുള്ളി ഒരു സ്റ്റൈലുണ്ട്, ആ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ചിരിയും കളിയാക്കലും, കാരണം പുള്ളി വൈറലാകാൻ വേണ്ടിയിട്ടാണ് അതൊരു വ്യത്യസ്ത രീതിയിൽ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കമൻറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പുള്ളി അങ്ങനൊരു കലാരൂപം പുള്ളിയുടെ രീതിയിൽ ബിൽഡ് ചെയ്തെടുത്തത്. സോ അതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ ഈ കളിയാക്കൽ ഇന്നൊരു മോശം വശമല്ലാതായി മാറിയിരിക്കുന്നത്. കാരണം കളിയാക്കൽ ഉണ്ടെങ്കിലേ ചാനൽ റീച്ച് ആകും എന്ന ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കതിനെ കളിയാക്കുന്നവരെ കുറ്റം അങ്ങോട്ട് പറയാനായിട്ട് പറ്റില്ല. അവർ നമ്മളുടെ സ്വകാര്യതയെ മാനിക്കുന്ന ആ ഒരു ബോർഡർ വരെ നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. സോ അങ്ങനെ പറഞ്ഞ ഒരു ലേഡി അയാളോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ മരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല, താങ്കൾ ഈ ലോകത്ത് ഒരിക്കലും അത് തിരുത്തി പറയാൻ ഞങ്ങൾക്കായില്ല. താങ്കളുടെ വീഡിയോയ്ക്ക് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് കമൻറ്റുകൾ, മോശം കമൻറ്റുകൾ, നെഗറ്റീവ് കമൻറ്റുകൾ, ട്രോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും താങ്കൾ മരിക്കുമെന്ന് കരുതിയിരുന്നില്ല. എങ്കിലും താങ്കളോട് ഞാനും എൻ്റെ കുടുംബവും മാപ്പ് പറയുന്നു എന്നാണ് ആ ഒരു റീലിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് ബാക്കി അതിൻ്റെ വാർത്തയിലേക്ക് പോവുകയും ഞാൻ പിന്നെ യൂട്യൂബ് എടുത്ത് മെയിൻ വാർത്താ ചാനൽ നോക്കുമ്പോൾ അപ്പോൾ കിട്ടിയ വാർത്ത നിലയിലാണ് പറയുന്നത്, ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്നറിയപ്പെട്ടത് ജുനൈദ്. പിന്നെ ഇദ്ദേഹം ഈ പീഡന കേസിൽ പ്രതിയായത്. പീഡന കേസിൽ നമ്മുടെ ഒരു വേർഷൻ ഇതായിരുന്നു, പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? കാരണം പെൺകുട്ടികൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വേർഷൻ ഇതായിരുന്നു. അദ്ദേഹം അന്ന് വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയും പീഡിപ്പിച്ചിട്ടില്ല. ഞാൻ വിവാഹ മാട്രിമോണിയൽ M4 മാട്രിമോണിയലോ ഏതോ ഒരു മാട്രിമോണിയുടെ പേര് അദ്ദേഹം പറയുന്നുണ്ട്. കണ്ട് പരിചയപ്പെട്ടു, ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഫോൺ നമ്പർ കൈമാറി, ഞങ്ങൾ സംസാരിച്ചിരുന്നു. അതിനപ്പുറം ഒന്നും നടന്നിട്ടില്ല. പകരം എന്തോ ഒരു പക്ഷേ അവർ തമ്മിൽ ചേരാത്ത എന്തെങ്കിലും ഒരു എലമെന്റ് അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കും അവരുടെ റിലേഷൻഷിപ്പിൽ. അത് വേണ്ടെന്ന് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഭാഗത്ത് അയാളെപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇവരോട് പറയാതെ ഗൾഫിലെങ്ങാണ്ട് പോയി, ഈ പെൺകുട്ടിയോട് പറയാതെ. മീൻസ് ഇവർ തമ്മിൽ അങ്ങനെ വലിയ ചേർച്ച. അപ്പം അവൾ വിചാരിച്ചു ഇയാൾ പറഞ്ഞു പറ്റിച്ചിട്ട് പോവുകയാണെന്ന രീതിയിൽ. പക്ഷെ അതിന് ഇത്ര വലിയ പരാതിയൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇത് സത്യത്തിൽ പരിശോധിക്കേണ്ട ആൾക്കാർ പോലീസാണ്. ഞാൻ പറയുന്നത് ഇതുപോലുള്ള പീഡന വാർത്തകൾ, സീരിയസ്ലി പീഡന വാർത്തകൾ മാക്സിമം പ്രൈവറ്റ് ആക്കി വെക്കുക. എന്നിട്ട് കുറ്റവാളികളെ വിത്ത് എവിഡൻസോടുകൂടി കണ്ടെത്തിയതിന് ശേഷം മാത്രം പോലീസുകാർ തന്നെ മാധ്യമത്തിന് മുമ്പിൽ ഇത് പറയട്ടെ. എന്തിനാണ് ഇത് മാധ്യമങ്ങളാണ് ഇപ്പോൾ എല്ലാത്തിനും ഒരു ജഡ്ജ്മെന്റിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇതിൽ നല്ല മാധ്യമങ്ങളില്ലെന്നല്ല, നല്ല രീതിക്ക് പറയുന്ന എങ്കിലും ഒരു 80% മാധ്യമങ്ങളും ഇന്ന് കണ്ടന്റിന് വേണ്ടി പോകുന്നത് തന്നെയാണ്, നമുക്ക് ഒരിക്കലും നിഷേധിക്കാനാവില്ല. പക്ഷെ ജുനൈദിന്റെ കേസിൽ സംഭവിച്ചു, ജുനൈദിന്റെ എന്നല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ തൃക്കണ്ണനോ എന്തോ നമ്മൾ ആ പുള്ളിക്കാരനെ കുറിച്ച് ചെയ്തില്ല. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് റീൽസിന്റെ പേര് റീൽസ് ചെയ്യാനെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുമ്പോൾ അവൾ എന്തിനാണ് ചെല്ലുന്നത്? സ്വന്തം മാന്യതയും സ്വന്തം ശരീരവും ചീത്തയാക്കിക്കൊണ്ട് എന്തിനാണ് റീൽസ് ചെയ്യുന്നത്? പിന്നെ സ്വന്തമായിട്ട് അതങ്ങ് ചെയ്താൽ പോരെ. എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോയി സ്വന്തം ഇഷ്ടത്തിന് ചെയ്തിട്ട്? ആരും അവളെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി റീൽസ് ചെയ്യിപ്പിച്ചതോ റേപ്പ് ചെയ്തതോ അല്ല, ആ പെൺകുട്ടി അപരാധമല്ല. അതുപോലെ തന്നെയാണ് ജുനൈദിന്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നതാണ് ജുനൈദ് പറയുന്നത്. ഞാൻ ഒരിക്കലും ചെയ്തതല്ല, അത് അതിനെ പെടുത്തിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഇനിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ ആരായാലും, ഇപ്പോൾ സൈബർ ഉണ്ട്, ഒരാളുടെ ഫോൺ കോൾസ് പരിശോധിക്കാം, അവർ ചെന്നെത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ പരിശോധിക്കാം. ലോകം മുഴുവനും ലോകം മുഴുവനും ഇല്ലെങ്കിലും കേരളം മുഴുവൻ CCTV സർവൈലൻസിലാണ് ജീവിക്കുന്നത്. ഏത് മുക്കിലും മൂലയിലും, നമ്മുടെ വീട്ടിലില്ലെങ്കിലും തൊട്ടപ്പുറത്തെ വീട്ടിലോ ആ വഴിയിലോ ഒക്കെ CCTV കാണും. നമ്മൾ പോയ വഴികൾ, നമ്മൾ നടന്നു വന്ന വഴികൾ, നമ്മൾ കയറിയ വഴികളെല്ലാം വിത്ത് ടൈം ഉൾപ്പെടെ നോർമൽ CCTV ആണെങ്കിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാലത്തിൽ എന്തിനാണ് ഒരു പീഡന കേസ്, വളരെ പ്രമാദമായ കേസല്ല, അതിപ്പോൾ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് ഇപ്പം കർണാടക ഹംപിയിലുണ്ടായ റേപ്പ് കേസ്, അതൊക്കെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള കേസുകളാണ്. അതിലൊരു പയ്യനെ കൊന്നുകളയുകയും ചെയ്തു, അതൊക്കെ വാർത്തയായി വരുന്നു, ഓക്കെ ഫൈൻ. ബട്ട് അതല്ലാതെ ഈ പരാതി പരിപാടി ഉണ്ടല്ലോ, അതായത് പീഡന വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു, കല്യാണ കമ്പോളത്തിൽ കണ്ടപ്പോൾ പീഡിപ്പിച്ചു, ജസ്റ്റ് നോക്കി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളോ ആൺകുട്ടികളോ വരുമ്പോൾ അത് സേഫായിട്ട് വെച്ചുകൊണ്ട്, സീക്രട്ടായിട്ട് വെച്ചുകൊണ്ട് പോലീസിലെ ആൾക്കാർ അത് കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ തെളിവുകൾ സഹിതം എന്നിട്ട് ഇവർ പുറത്തു വിടുക. അതാ ഇന്നയാളെ അറസ്റ്റ് ചെയ്തു, പീഡനത്തിന് തെളിവുണ്ട്. ഇത് അങ്ങനല്ല. ഇത് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ പോലീസുകാർക്കും എന്തോ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ റീൽസിലെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ പിടിയിലായി,
എനിക്കൊന്നു തൊപ്പിയുടെ അല്ലേ, തൊപ്പി എന്ന് പറഞ്ഞ ആളുടെ തൊപ്പിയുടെ വിഷയത്തിലും അതോടെ നമ്മുടെ മണവാളന്റെ കേസിലൊക്കെ ഭയങ്കര പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ്. ആ ചെറുക്കനെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു, എൻ്റെ അപ്പനും അമ്മയൊക്കെ വന്നിരുന്നു, ഉപ്പയും ഉമ്മയൊക്കെ വന്നിരുന്ന് പത്രസമ്മേളനമൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെയുള്ള പരിപാടികൾ മനഃപൂർവ്വമാണോ പോലീസുകാർ ചെയ്യുന്നതെന്ന് നമുക്ക് അവളോടാണ് ചോദിക്കാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള കേസുകളുടെ സത്യാവസ്ഥ അറിയാതെ ഇത് അറിഞ്ഞാൽ ഇത് എങ്ങനെയാണ് മീഡിയക്ക് കിട്ടുന്നത് അത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് പോലീസുകാർ മാത്രം, പോലീസിന് നേരിട്ട് പരാതിപ്പെടുന്ന ഒരു കാര്യം എങ്ങനെ മീഡിയയുടെ കയ്യിലെത്തുന്നു? അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം നടത്തേണ്ടത് തന്നെയാണെങ്കിൽ ഈ പറയുന്ന വാർത്താ വിതരണ മന്ത്രാലയം അതിനൊരു അന്വേഷണം ഏർപ്പെടുത്തണം. കാരണം വേറൊന്നും കൊണ്ടല്ല, വളരെ സീക്രട്ടായിട്ട് വയ്ക്കുന്ന സാധനം പോലീസിൽ കേസ് ചെല്ലുമ്പോൾ അത് പത്രത്തിന് കൊടുക്കണമെന്ന് എന്താണ് പോലീസുകാർക്ക് അത്ര നിർബന്ധം? അതുപോലുള്ള കേസുകൾ മനസ്സിലാക്കാതിരിക്കാനുള്ള മൂളയില്ലാത്തവരല്ല പോലീസുകാർ. സോ പോലീസുകാരുടെ കയ്യിൽ ഇങ്ങനെയുള്ള കേസുകൾ ഇൻഫ്ലുവൻസേഴ്സിനെതിരേക്ക് ചെല്ലുമ്പോൾ ശരിക്കും പോലീസുകാർ ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് വേണ്ടേ പൗർണമി ഇതൊക്കെ പറയാൻ? തീർച്ചയായും. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടില് ക്രൈമുകൾ ഇത്രയും കൂടുന്ന ഒരു പശ്ചാത്തലത്തിൽ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് മാത്രമല്ല, മുൻപത്തെ പോലൊന്നും ആൾക്കാർക്ക് മനോധൈര്യം ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പം വേണമെങ്കിൽ ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരെ നിന്ന് ഇതെല്ലാം ഫേസ് ചെയ്യായിരുന്നു, ശേഷം അതിനൊരു സോൾവ് ചെയ്യായിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ആത്മഹത്യ എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ആത്മഹത്യ ചെയ്യാനും ഒരു ധൈര്യം വേണം. പക്ഷേ ഇങ്ങനെയുള്ള കേസുകൾ, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഒരു പക്ഷേ നിരപരാധികളെ പെടുത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടുപേരുടെയും വേർഷൻ കേൾക്കണം, കൃത്യമായ അന്വേഷണം വേണം. അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലേക്ക് വിടണം. അതിനൊന്നും യാതൊരു കുറ്റവും ഇല്ല, തെറ്റും ഇല്ല. പക്ഷേ നമ്മൾ പുറത്തു വിടുന്ന ആളുടെ പേര് കളങ്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിൽ മുഴുവൻ മരിക്കുന്നിടം വരെ ആ ഒരു പേര് അവിടെ തന്നെ നിൽക്കും. അതിന് മാറ്റമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഒരു പക്ഷേ ഇപ്പോൾ ജുനൈദിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ ജുനൈദ് എന്ന് പറയുന്ന ആൾ മനോവിഷമം മൂലം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടൊരു ആത്മഹത്യയിലേക്ക് പോയതാണ്. ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും മോശമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് സ്റ്റേജിലാണോ നമുക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ, ഒരു മനുഷ്യൻ്റെ മനസ്സ് ശരിയല്ലെങ്കിൽ, മാനസികാവസ്ഥ ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും ആ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയാനുള്ളൊരു ബോധം പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ ഒരു കേസിലെ മാത്രമല്ല, ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചൊന്നും അറിയില്ല. ഒരു പക്ഷേ അത് ആക്സിഡന്റ് മാത്രമായിരുന്നിരിക്കാം, അറിഞ്ഞുകൊണ്ടോ മനഃപൂർവ്വം ആയിരിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ സീക്രട്ടായിട്ട് രഹസ്യ സ്വഭാവം വെച്ചുകൊണ്ട് അതൊന്ന് അന്വേഷിച്ച ശേഷം മാത്രം കുറ്റവാളികളെ പുറത്തേക്ക് കൊണ്ടുവരിക.